ശബരിമലയിൽ നടത്താൻ പോകുന്ന അയ്യപ്പ സംഗമം പിണറായി വിജയൻ വീണ്ടും അയ്യപ്പ ഭക്തരോട് നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്. അല്ലല്ല, നല്ല കാര്യമല്ലേ? അങ്ങനെ വെല്ലുവിളിയാവുക? അങ്ങനെയൊക്കെ വേണ്ട നമുക്ക്. അതായത് കമ്മ്യൂണിസ്റ്റ് അങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ വളരെ ഹാപ്പിയാണ്. ഇത് മൊത്തം RSSന് എഴുതി കൊടുത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പം സുരേന്ദ്രനൊക്കെ എടുത്ത് ആഘോഷിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ? ശരിക്കും RSSന് എഴുതി കൊടുക്കേണ്ട ഒരു സാധനമല്ല അത്. അത് നമ്മുടെ പൊതു പൈതൃകമാണ്. ഇവിടെ എല്ലാവർക്കും അവകാശപ്പെട്ടാണ്. നിങ്ങളുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ, അതായത് സോക്കോൾഡ് സെക്യുലറിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ, അയ്യപ്പനും ബാവനും എന്താ കറുത്ത നമ്മുടെ ചേർത്തലുള്ള കറുത്തച്ഛനോ വെളുത്തച്ഛനോ ഇവരെല്ലാം കൂടിയുള്ള കേരളത്തിലെ മതേതരത്വത്തിന് വലിയ ചിഹ്നമല്ലേ? അത് ഹിന്ദു പ്രിഡോമിനൻ്റ്ലി ഹിന്ദു ട്രഡീഷൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് ഇതുവരെ അർഹിക്കുന്ന ഒരു പരിഗണന പലപ്പോഴും നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. ആകപ്പാട് എനിക്ക് തോന്നുന്നു ആ നിലയ്ക്കൽ ചില ആളുകൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ഒരു സപ്പോർട്ട് ശബരിമലയ്ക്ക് കിട്ടിയത്. അതുവരെ അങ്ങനെ ശബരിമലയ്ക്ക് വലിയ സപ്പോർട്ടൊന്നും എവിടെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരുമാനം കിട്ടുന്നതുകൊണ്ട് റോഡുകൾ നന്നാക്കുന്നു. പത്തനംതിട്ട നല്ല റോഡാണ്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നല്ല കാര്യമാണ്. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ സ്ട്രാറ്റജി ചിലതൊക്കെ റിയലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, കുംഭമേള നടന്ന സമയത്ത് കേരളത്തിന് മാത്രമേ സ്റ്റാൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കേട്ടു. ബാക്കി എല്ലാവർക്കും സ്റ്റാൾ ഉണ്ടായിരുന്നു. കുംഭമേള എന്താ RSS നടത്തുന്ന? കുംഭമേള എന്താണ് യോഗി ആദിത്യനാഥിൻ്റെ വീട്ടിൽ നിന്നുണ്ടെന്നാണോ? അല്ല, അത് നമ്മുടെ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ചരിത്രാതീത കാലം തൊട്ടുള്ളൊരു ഒരു ശീലമാണ് കുംഭമേള. അത് 12 വർഷം കൂടുമ്പോഴാണ്. അപ്പോൾ നിങ്ങളൊക്കെ മുതുമുത്തച്ഛൻ മുമ്പ് നടന്നിട്ടായിരിക്കും പോയിട്ടുണ്ടാവുക. പിന്നെ ട്രെയിൻ വന്നപ്പോൾ ആളുകൾ ട്രെയിനിൽ കയറിപ്പോയി. ഇന്ന് കൂടുതൽ സൗകര്യങ്ങളുണ്ട്, കൂടുതൽ ആളുകൾ പോകുന്നതേ ഉള്ളൂ. അപ്പം അത് നമ്മുടെ ഈ ഉപഭൂഖണ്ഡത്തിലെ ഒരു പൊതു പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. അതിനെന്തുകൊണ്ട് നമ്മൾ കേരളത്തിന് സ്റ്റാൾ ഉണ്ടായില്ല? കേരളത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയ സംഭവമായിരുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ ഒരു റേറ്റിംഗ് ഉണ്ടായി എന്നാണ് ഞാൻ കരുതുന്നത്. അത് നല്ല കാര്യമാണ്. കാരണം ശബരിമലയൊക്കെ നമ്മൾ ഇൻ്റർനാഷണലി ഭയങ്കര മാർക്കറ്റ് ചെയ്യേണ്ടതാണ്. അത്രയും സ്കോപ്പുള്ളൊരു സ്ഥലമാണ്. അല്ല, ഇപ്പൊ BJP അടക്കം ഉള്ളവർ പറയുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു മതേതര സ്വഭാവം. അങ്ങനെ അപ്പോൾ ഈ സർക്കാർ ഹിന്ദു മതത്തിന് വേണ്ടി എന്നുള്ള രീതിയിൽ പോകുന്നതിന് ഒരു മതത്തെ മാത്രം പക്ഷം പിടിക്കുന്നില്ലേ എന്നൊരു ചോദ്യവും ഉന്നയിക്കുന്നു. ആര് ചോദിച്ചു? BJP അടക്കം. രാജീവ് അങ്ങനെ ചോദിച്ചോ? മതേതര സ്വഭാവമല്ലേ സർക്കാരിനുള്ളത്? അപ്പം ഒരു മതത്തിനെ മാത്രമായിട്ട് അതാണ് പ്രശ്നം. എന്താ വെച്ചാൽ ഇത്രയും കാലം കുമ്മനൊക്കെ പോക്കറ്റിട്ടോണ്ട് നടന്നതിന് ശബരിമല അതിപ്പം ഇടതുപക്ഷം കൂടി അത് അംഗീകരിച്ചു. അത് അവർക്ക് കിട്ടുന്നൊരു അംഗീകാരം കൂടിയാണ്. കാരണം ഒരു കാലത്ത് കുമ്മനൊന്നും ഉണർന്ന് പ്രവർത്തിച്ചില്ല എന്നത്തെ ശബരിമല എന്നത്തെ രൂപത്തിൽ ഉണ്ടാവില്ലായിരുന്നു. ശബരിമല തീവപ്പ് തൊട്ടിട്ട് നിലക്കൽ സമരം വരെയുള്ള കാലഘട്ടം ശബരിമല പിടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കാനുള്ള ശ്രമമായിരുന്നു. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയാത്തത് കേരളത്തിലെ ഒരു സെക്യുലർ ഫാബ്രിക്സിനെ അത് ബാധിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പിന്നെ നെഗറ്റീവ് പറയാറില്ല, അതുകൊണ്ടാണ് അത് പറയാത്തത്. അല്ല, ഒരുപാട് കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അറിഞ്ഞിട്ടുണ്ട്. അല്ല, അന്വേഷണ കമ്മീഷനും ഒരുത്തൻ സ്വാമിയായതും പിന്നെ തിരിച്ചവൻ അപ്രത്യക്ഷനായതും അതിനിടയ്ക്ക് തല ഇവിടുത്തെ ഉണ്ടായതും ഒന്നും ഞാൻ പറയുന്നില്ല. മീൻ പിടിക്കാൻ പോയതും വേട്ടയ്ക്ക് പോയതും പോട്ടെ. അപ്പോൾ അത് കുമ്മൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിനെ സംരക്ഷിച്ചത് ശബരിമലയെ. പക്ഷെ ഇന്നിപ്പോൾ അത് ഇടതുവശം കൂടി ഏറ്റെടുക്കുമ്പോൾ അവരുടെ ഒരു സ്വകാര്യ അഹങ്കാരം ഒരു പബ്ലിക് അഹങ്കാരമായി മാറുന്നതിൻ്റെ പ്രശ്നമായിരിക്കും. ഗവൺമെൻറ് സെക്യുലർ ആണല്ലോ. ഈ ശബരിമല എന്നൊക്കെ നമ്മൾ പൊതു ട്രഡീഷൻ്റെ ഭാഗമാണ്. സെക്യുലാരിസം എന്ന മതത്തെ തള്ളിക്കളയല്ല, എല്ലാ മതത്തെ ഉൾക്കൊള്ളുക എന്നുള്ളത്. നമ്മൾ ഉറൂസിന് നമ്മൾ അവധി കൊടുക്കുന്നില്ലേ? മലയാറ്റൂർ പള്ളിപ്പെരുന്നാൾ നമ്മൾ അവധി കൊടുക്കുന്നില്ലേ? അപ്പോൾ ഇതൊന്നും സെക്യുലറിസത്തിന് ലംഘനമല്ലല്ലോ. അപ്പോൾ ഹിന്ദുക്കളുടെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെ സെക്യുലറിസത്തിന് ലംഘനമാകും. ഇത് പൊതുവേ സുഡാപ്പികൾ പറയുന്ന സാധനമാണ്. ഇതെന്തിനാ ഇവർ പറയുന്നത് വെച്ചാൽ അവരെ കയ്യിൽ നിന്ന് അത് പോകുമെന്നുള്ള പേടിയുള്ളതുകൊണ്ടാണ്. നല്ല തീരുമാനമാണ്. ഇത് ഹിന്ദു ട്രഡീഷൻ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ പൊതുവാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറത്ത് എന്നെ മിസോറാമിലെ ഗവർണറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഒന്നും എനിക്ക് അതിന് താല്പര്യമില്ല. എനിക്ക് ഒരു കാര്യം താല്പര്യമില്ലാത്ത പോസ്റ്റാണ് ഗവർണറൊക്കെ. BC ആക്കാനാണെന്ന് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ, അതിന് താല്പര്യമില്ല. ഇനി വേറെ വല്ല പദവിയിലും പൊളിറ്റിക്കൽ എത്തണം 40 വയസ്സിന് മുമ്പ് എത്തേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ തീരുമാനം. ഇനി 40 വയസ്സായിട്ടുണ്ട്, അതിനും താല്പര്യമില്ല. പക്ഷേ ഇതിന് മുന്നിലെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി ഒരു മുന്നിൽ കാണുന്നില്ലേ? കാരണം മുമ്പ് നമുക്കറിയാം ശബരിമല തകർക്കാൻ ശ്രമിച്ചു, കലാപം ഉണ്ടാക്കി. തകർക്കാൻ ശ്രമിച്ചതല്ല അത് എന്ന് വെച്ചാൽ അന്നത്തെ ഒരു അദ്ദേഹത്തിന് കിട്ടിയ പൊതുവെ പിണറായി എല്ലാവരുടെ ഉപദേശം കേൾക്കും. ഞാൻ ഉൾപ്പെടെ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് പോയി കണ്ടിട്ട് ജയരാജേട്ടൻ എന്നോട് പിണറായി പോയി എങ്ങനെ സംസാരിച്ച് നിനക്കോടെ പോയി കണ്ടോ? ഞാൻ പറഞ്ഞു എങ്ങനെ ഞാൻ പോയി കണ്ടേ. ഞാൻ പറയുന്നതൊക്കെ അദ്ദേഹം അങ്ങനെ പ്രധാനപ്പെട്ട പോയിൻ്റൊക്കെ അദ്ദേഹത്തെ നോട്ട് ചെയ്തെടുത്തിരുന്നു. അദ്ദേഹത്തിന് അങ്ങനെ സ്വഭാവമുണ്ട്. ആരും അദ്ദേഹം കാര്യങ്ങൾ കേൾക്കും, അല്ല എന്നെ കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ട് മൂപ്പര്. പക്ഷേ മൂപ്പര് തീരുമാനം എടുക്കുമ്പോൾ മൂപ്പര് യുക്തിസഹമായിട്ടേ എടുക്കുള്ളൂ. പക്ഷേ ശബരിമല മൂപ്പർക്ക് പാളിപ്പോയ തീരുമാനം അപ്പോൾ മൂപ്പര് റിയലൈസ് ചെയ്തു.
പാളിപ്പോയിട്ടുണ്ടെന്നുള്ളത് സമ്മതിക്കുന്നു. അത് സത്യമാണ്. അപ്പൊ അതിനൊരു പ്രായച്ചിത്തം എന്നുള്ള രീതിയിലാണോ ഇത്? പ്രായച്ചിത്തമല്ല, ഇപ്പോഴായിരിക്കും ഇപ്പം ഈ പലപ്പോഴും BJP ഗവൺമെന്റുകളിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. മോഡിയുടെ വികസനം അത് പഠിക്കാൻ വേണ്ടി ടീമിനെ ഒട്ടിരുന്നല്ലോ ഡൽഹിയിലേക്ക്, അല്ല ഇവിടെ ഗുജറാത്തിലേക്ക്. അതേപോലെ ഇത് യോഗിയുടെ വികസന മാതൃകയുടെ ഒരു റിഫ്ലക്ഷൻ ആയിരിക്കാം. യോഗി വളരെ നന്നായിട്ട് അത് ഹാൻഡിൽ ചെയ്തു, ഏത് കുംഭമേള. അപ്പോൾ അതിൽ നിന്ന് ഒരു പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കും. നമുക്ക് എവിടെ നിന്ന് എന്തും പഠിക്കാമല്ലോ, അതിലൊരു തെറ്റൊന്നല്ലോ. പക്ഷേ അങ്ങനെ കുംഭമേളയിൽ ഉൾക്കൊണ്ട തരത്തിലും അവിടെ ആൾക്കാരെ ഉൾക്കൊള്ളാനുള്ള സംവിധാനമൊന്നും ഇല്ല. ഒരു ദിവസത്തെ സംഗമമാണിത് നടത്തുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ പത്തനംതിട്ടക്കാർക്ക് ശബരിമല എന്ന് പറയുമ്പോൾ അഹങ്കാരമാണ്. അതിന്റെ വർഷം നല്ല പറഞ്ഞത്. അപ്പം അതിന് ഈ ശബരിമലയിലുള്ള സൗകര്യങ്ങളെ പറ്റി ഏതാണ്ടൊക്കെ ഒരു ധാരണയുണ്ട്. നിങ്ങൾ പത്തനംതിട്ടക്കാർ, ബാബു പണിക്കരൊക്കെ നമ്മുടെ ഫ്രണ്ടാണ് പത്തനംതിട്ടക്കാർ. പിന്നെ മോഹൻലാൽ എന്നുള്ള പത്തനംതിട്ടക്കാരൻ കേരളത്തിന്റെ മൊത്തം ഫ്രണ്ടാണ്. അപ്പം അതുകൊണ്ട് പത്തനംതിട്ടക്കാരൻ അഹങ്കാരം കാണിക്കുന്നു. അല്ല, പത്തനംതിട്ടക്കാർക്ക് ഇപ്പൊ ഏക അഹങ്കാരം എന്ന് പറയുന്നത് ശബരിമല ഞങ്ങളുടെ ജില്ലയിലാണല്ലോ എന്നുള്ളത് മാത്രം. ഞാൻ ആ പഞ്ചായത്തിൽ വരുന്ന ആളാണ്. എന്റെ പഞ്ചായത്തിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്, റാന്നി പെരുന്നാട് പഞ്ചായത്തിൽ. ഒരു തുടരും എന്ന് പറയുന്ന സിനിമയില് കേസ് അന്വേഷണമൊക്കെ പോകുന്നില്ലയോ, റാന്നി പെരുന്നാട് പഞ്ചായത്തിലേക്ക്. അതാണ്. പക്ഷെ അവിടെ പെരുന്നാട്ടിൽ വെച്ച് എല്ലായിരുന്നു ഷൂട്ടിങ്, അതെല്ലാം തൊടുപുഴ വെച്ചൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പമ്പയിൽ വരെ എല്ലാവർക്കും എന്നും പോകാം. പമ്പയിലാണ് ഈ ഭക്തജന സംഗമം. കേരളത്തിലെ പ്രധാനപ്പെട്ട ഡിപ്പോകളിൽ നിന്ന് പമ്പയ്ക്ക് ദിവസവും ബസ് സർവീസ് ഉണ്ട്. അവിടെ പമ്പാതീരത്ത് ബലികർമ്മങ്ങൾ ചെയ്യാം. പമ്പയിൽ തന്നെ ചില ക്ഷേത്രങ്ങളുണ്ട്, ഗണപതി അമ്പലം, ഹനുമാൻ, ഇവിടെയൊക്കെ നിത്യപൂജയുമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പമ്പ വരെ അതിമനോഹരമായ പ്രദേശമാണ്. പമ്പയുടെ തീരവും കാനന മേഖലയുമാണ്. അപ്പോൾ ഒരുപക്ഷെ ഇതൊരു നിക്ഷേപ സൗഹൃദ സംഗമമാക്കി മാറ്റി ആ പ്രദേശം ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആക്കുമെന്നൊരു സംശയമുണ്ട്. അത് അങ്ങനല്ല, ആ പ്രദേശത്ത് പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ ശബരിമല ആ രീതിയിൽ വൃത്തികെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റില്ല. പക്ഷെ പിന്നെ പിലിഗ്രീം ടൂറിസം എന്ന് പറഞ്ഞാൽ മോഡി വരെ ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. RSS ബേസിക്കലി അതിനെതിരാ. പക്ഷെ അയോധ്യയിൽ എന്താണ് പിലിഗ്രീം ടൂറിസം അല്ലേ? കേദാർനാഥിൽ എന്താണ്? കാശിയിൽ എന്താണ്? അത് കേരളം ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ചെയ്താൽ അത് പിന്നെ ട്രൗസർ, നമ്മൾ ചെയ്താൽ പോകുമ്പോഴേ എന്തത്? അല്ല, ശബരിമലയിലെ ഈ പിന്നെ തീർത്ഥാടന ടൂറിസം എന്നും പറഞ്ഞു വന്നാലും ഒരിഞ്ച് ഭൂമി പോലും, ഒരു മരത്തിന്റെ കൊമ്പ് പോലും വെട്ടാൻ വനം വകുപ്പ് സമ്മതിക്കത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ അത്തരത്തിലുള്ള അതിന്റെ ചുറ്റുപാട് അവിടെ എയർപോർട്ടൊക്കെ വരാൻ പോകുന്നുണ്ടോ കേട്ടത്? എയർപോർട്ട് വരുന്നത് 50 കിലോമീറ്റർ അതന്നെ ചെറുപള്ളി. ശബരിമല എന്നുള്ള പ്രദേശം അവിടെ നിൽക്കുക. അതിന്റെ പുറത്തുള്ള പിന്നെ ഈ പറയുന്ന കാനനത്തിനൊക്കെ പുറത്തുള്ള ആ കാനനത്തിന്റെ പേരുണ്ടല്ലോ, അയ്യപ്പന്റെ പൂങ്കാവനം. പൂങ്കാവനത്തിന് പുറത്ത് ചെയ്യാലോ, പുറത്താകാം. പക്ഷേ അത് ആ പ്രദേശങ്ങളിൽ അല്ല, അത് തുടങ്ങുന്നത് തന്നെ പത്തനംതിട്ട ജില്ലയിൽ കയറി കഴിഞ്ഞാൽ ലാഹ കഴിഞ്ഞാൽ പിന്നെ പൂങ്കാവനമായി കഴിഞ്ഞു. അവിടെ നിന്നും നമുക്ക് ഒരു തരത്തിലുള്ള മുമ്പ് ചെയ്യാൻ പറ്റൂലേ? ഇല്ല, പറ്റില്ല. മുമ്പ് ചെയ്തോളൂ. ഇല്ല, ലാഹയ്ക്ക് മുമ്പാകാം. അതാ വന്നത്, പിമ്പല്ലേ പറ്റുള്ളൂ. അപ്പൊ മേഖല ഡെവലപ്പ് ചെയ്യും. നമുക്ക് ഇന്റർനാഷണലി കേരളത്തിൽ പ്രസന്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കൾച്ചറൽ സിമ്പിളാണ് ശബരിമല. അതിന് ആ രീതിയിൽ മുന്നോട്ടുണ്ടാകും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അത് ക്ഷേത്രത്തിന്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവിടെ പരിസ്ഥിതിയെ ബാധിക്കാത്ത രീതിയിൽ വന്നോട്ടെ. അതിന് നിങ്ങൾക്ക് എന്താ ഒരു വലിയ മാസ്റ്റർ പ്ലാൻ വേണ്ടി വരും? വേണ്ടി വന്നോട്ടെ. ഇപ്പൊ നിലയ്ക്കലാണ് ഇപ്പോൾ. അതായത് ചോദിച്ചത്, ഇപ്പൊ ഇന്നലെ മെനയാന്നുണ്ടായ അയോധ്യ ക്ഷേത്രത്തിലേക്ക് എന്ത് തീർത്ഥാടന പ്രയോഗമാണ്? അയോധ്യ ക്ഷേത്രം മുമ്പ് ഉണ്ടായിരുന്നു എന്ന വിശ്വാസം. ഓക്കെ, നമ്മളിപ്പോൾ കാണുമ്പോൾ ക്ഷേത്രം പുതിയ ക്ഷേത്രമാണ്, ഭയങ്കര തീർത്ഥാടന പ്രവാഹനം. അതിൻ്റെ ഹോട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്, എയർപോർട്ടുകളൊക്കെ നവീകരിക്കപ്പെട്ടു. അതൊന്നും ആർക്കും RSS ബേസിക്കലി തീർത്ഥാടനം ടൂറിസ്റ്റ് ആക്കുന്നതിനെതിരാണ്. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ പോക്ക് ആ രീതിയിലാണ്. പക്ഷെ അതിന് വൃത്തിയും വെടുപ്പും വേണം. ക്ഷേത്രാചാരങ്ങൾ ലംഘിക്കരുത്, പരിസ്ഥിതിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, ഇത്രയേ ഉള്ളൂ. ഇപ്പം തന്നെ ശബരിമല ഒരു ഓൾമോസ്റ്റ് പലരും ഈ തൃശ്ശൂർ പൂരത്തിന് പോകുന്ന പോലെ പോകുന്ന ആളുകളൊക്കെ ഉണ്ട്, ഒരു രസത്തിന് പോകുന്ന ആളുകൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ദേവപ്രശ്നം കണ്ടെത്തുമ്പോൾ 2 ഭക്തന്മാരെ വന്നുള്ളൂ എന്നൊക്കെ കാണുന്നത്. നിങ്ങൾ ശരിക്കും ഭക്തനാണ്, അയാളെ പോയതല്ലേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.